ലേശം മടി പിടിച്ച ദിവസമായതുകൊണ്ട് ഒരു മാംഗോ സാദം ഉണ്ടാക്കാം, കറിയൊന്നും വയ്യാന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. മാവിൻ്റെ ചോട്ടിലെത്തിയപ്പോൾ ഭയങ്കര ലഹള. അതിന് മുകളിൽ കുറച്ച് കിളികളുണ്ട്. അവറ്റ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, ബഹളം വയ്ക്കുന്നു. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അപ്പം ഞാൻ പിന്നെ ശല്യം ചെയ്യാതെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു മാങ്ങയും പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. മാംഗോ സാദം ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ, വേഗം പണി കഴിയും. മാങ്ങ നല്ലോണം ചീവി എടുക്കുക ഗ്രേറ്ററിൽ വെച്ചിട്ട്. എന്നിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കടലപ്പരിപ്പ്, ജീരകം, കടുക്, ഉഴുന്നുപരിപ്പ്, കുറച്ച് ഒരു അര സ്പൂണ് പെപ്പർ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. പൊട്ടിച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. നമ്മുടെ കയ്യിൽ നട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതും അതിൻ്റെ കൂടെ ഇടാം കേട്ടോ, നല്ല സ്വാദുണ്ടാവും. കപ്പലണ്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് കായം ഇടാൻ മറക്കരുത്, കായത്തിനാണ് അതിൻ്റെ മണം. അത് ശരി, അപ്പോൾ ഇതാണ് സംഭവം. ഇതിനാണ് ഈ കിളികൾ ബഹളം വെച്ചേർന്ന്. നമ്മുടെ കുഞ്ഞിക്കിളി പറക്കാൻ നോക്കിയതാ തോന്നും, ക്രാഷ് ലാൻഡ് ചെയ്തു. ഇവിടെ ഇപ്പോൾ മുറ്റത്ത് കിടക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചീകി വെച്ച മാങ്ങ അതിലേക്ക് കൊട്ടി ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റുക. അത്രേ ആവശ്യമുള്ളൂ, 2 മിനിറ്റ് നേരം നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഈ മാംഗോ സാദത്തിന് എന്ന് വെച്ചാൽ ചെറിയൊരു പുളി ഉണ്ടാവും. നമ്മൾ ലെമൺ സാദമൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ പോലെ തന്നെ മാങ്ങ വെച്ചിട്ട് ചെയ്യണമെന്ന് മാത്രം. കുഞ്ഞിക്കിളി മെല്ലെ മെല്ലെ പറന്നിട്ട് ഗേറ്റിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും. ഇനി ആ സാദത്തിൻ്റെ പണി നമുക്ക് മുഴുവനാക്കാം. ഉപ്പിടാം, എന്നിട്ട് ഒന്ന് വഴറ്റുക. നന്നായി വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ചോറ്, എൻ്റെ കയ്യിലിരിക്കുന്ന സാധാരണ അരിയാണ്, അപ്പോൾ ആ ചോറാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇതിൽ പച്ചരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇനി ആ ചോറ് അതിലേക്കിട്ടു. ഇത് നന്നായി വഴറ്റി. ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ പറഞ്ഞു, അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് മഞ്ഞൾ കലക്കിയിട്ട് അത് ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. കുറച്ച് നാളികേരം ചിരവിത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ശരിക്കും മാംഗോ സാദത്തിൽ നാളികേരമൊന്നും ഇടാറില്ല, പക്ഷേ ഞാനൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ച് കുറച്ച് നാളികേരമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കിളിക്കുട്ടി വീണ്ടും മരത്തിൻ്റെ മുകളിലേക്ക് പറന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മാംഗോ സാദത്തിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കുറച്ച് മല്ലിയിലയൊക്കെ വിതറി കൊടുക്കുക. അപ്പോൾ നോക്കി നോക്കൂ, നല്ല കപ്പലണ്ടിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കിളിക്കുട്ടി മരത്തിൻ്റെ മുകളിൽ കയറി അമ്മ കിളിക്കും അച്ഛൻ കിളിക്കൊക്കെ സമാധാനം അയക്കുന്നതിനിടയ്ക്ക് തീറ്റയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണം, കാണാനുണ്ട്. എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കട്ടെ.